ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നല്ല മഞ്ഞുള്ള ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻസിനുമൊക്കെ ശേഷം ജേർണലിങ്ങും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ജേർണൽസും പ്ലാനേഴ്സും ഒക്കെ എഴുതിയതിന് ശേഷം ഞാനൊരു ഹാഫ് ആൻ അവർ ബുക്ക് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വാഷിംഗ് സ്പേസ് ആണ്. തുണിയൊക്കെ ഇട്ടിട്ട് ഞാൻ താഴേക്ക് പോവാണ്. താഴെ നമ്മുടെ കിച്ചണാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു 3 ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ ചെയ്യാണ്. ഇതിപ്പോൾ നെയ്യാണ്, ഇന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ നെയ്യ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചമ്മന്തി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു തക്കാളി ചമ്മന്തിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ ഇത് തേങ്ങയാണ് കേട്ടോ, തേങ്ങാ ചമ്മന്തി. പിന്നെ ഒരു പരിപ്പ് കറിയുണ്ട്. പിന്നെ നല്ല ചൂടായ ബ്ലാക്ക് കോഫിയാണിത്. അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് മോന് ഫ്രഞ്ച് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇന്ന് ക്രിസ്മസ് മാർക്കറ്റ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് മോൻ്റെ സ്കൂളിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10:30 to 12:30 നമ്മുടെ അപ്പോയിൻമെൻറ്റ്. അപ്പം ക്രിസ്മസിനോടനുബന്ധമായിട്ട് കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് ഇങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബസ്സിലാണ് കേട്ടോ വന്നത്. നന്നായിട്ട് മഞ്ഞൊക്കെ വീണ് കിടക്കണം, നല്ല ഭംഗിയായിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പോൾ മോനൊക്കെ നന്നായിട്ട് അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ 5 മണിക്കാണ് കേക്ക് കട്ടിങ്. അപ്പോൾ കുറച്ച് ഗിഫ്റ്റും പിന്നെ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മാങ്ങയൊക്കെ കണ്ടു കേട്ടോ. ഏകദേശം $1. അപ്പോൾ ഞാനതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ കപ്പ എടുത്തു കേട്ടോ. കപ്പ വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ അത്ര നല്ല കപ്പയൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഓക്കെ. ഇത് $1 പിന്നെ ഞാനവിടെ നോൺ വെജ് സെക്ഷനിൽ കുറേ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ടർക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മളതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഈ ഒരു കടല എടുത്തു. അത് ഓഫറിൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു പോകണം. അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പം മഞ്ഞൊക്കെ നന്നായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് വെയിലടിച്ചിട്ട്. പിന്നെ ഇതിൽ കൂടെ നടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നടക്കണം എന്നാണ് കേട്ടോ ഇവിടെ പറയാറ്. എന്താ വെച്ചാൽ പെട്ടെന്ന് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതിലതി സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യായിരുന്നു. അതിന് ശേഷം നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പം നമ്മൾ സിമ്പിളായിട്ടൊരു മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും മഷ്റൂമും ഒക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് റൈസും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി. ഇപ്പം ഏകദേശം ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പം നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ശരിക്കും ഈ വെയിലടിക്കുന്നതുകൊണ്ട് ഒരു ചൂടും ഇല്ല കേട്ടോ. ഏകദേശം ഒരു -15 തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാണ്. മോൻ ബർത്ത്ഡേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ. അങ്ങനെ ബർത്ത്ഡേക്കൊക്കെ പോയി വന്നത് റിട്ടേൺ ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൺഡേ വ്ളോഗ് ഇവിടെ തീരുകയാണ്.